പറഞ്ഞ പരിഹാരങ്ങളെല്ലാം ഇതുപോലെ പള്ളികളിലൊക്കെ പോയി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പരിഹാരം? ഇതിന് ഞാൻ എൻ്റെ ഒരു അറിവ് പ്രകാരം ഇതിൻ്റെ ദോഷം, നെഗറ്റീവ് എനർജി അവരെ ദോഷം വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരു വിഷയം വരാഹാണ്. വരാഹം എന്ന് പറഞ്ഞ യന്ത്രം, വരാഹമന്ത്രം, അതൊക്കെ നമ്മൾ ഉരുക്കയിച്ച് ചെയ്താൽ, ഭസ്മത്തിലൊക്കെ ജപിച്ച് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അത് ഏറെക്കുറെ തടുക്കുന്ന പറയുന്നു. പക്ഷേ ഇതിൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതപരമായിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് മാജിക്, അതായത് നല്ല സ്ട്രോങ് ഉള്ള സംഗതികൾ ഉണ്ട് ഇതിൽ. നല്ല പണി വെച്ചാൽ പണി കിട്ടും, അത് മാറ്റാൻ പറ്റില്ല. അതുണ്ട്. അത് പണി അറിയുന്നോ ചെയ്താൽ കുടുങ്ങിയത് തന്നെയാണ്. അല്ല, അതിലപ്പം നമുക്ക് ഇതിൽ എന്തെങ്കിലും പൂജകളോ അല്ലെങ്കിൽ നമ്മളെ പൂജയല്ല, അവരെ രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം അത് ഒഴിവാക്കാൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് ചെയ്ത ആൾക്ക് തന്നെ എടുക്കാൻ പറ്റുന്നൊരു സംഭവങ്ങളുണ്ട്. അതായത് ഈ കർമ്മം ചെയ്ത ആൾ എടുത്തു പോയാൽ തന്നെ ചിലത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിഷയം കൂടി ഇതിലുണ്ട്. നമ്മളിപ്പോൾ ഹൈന്ദവ രീതിയിലാണെങ്കിൽ ഒരാൾ ചെയ്ത വേറെ ആൾ കൊണ്ട് മാറ്റിക്കുക. പക്ഷെ ഇത് അതല്ല, ഇതാ ഒരാൾ ചെയ്താൽ അയാൾ തന്നെ അത് മാറ്റണം. അതല്ലെങ്കിൽ അതേ രീതിയിലുള്ള ആൾ കൊണ്ട് തന്നെ മാറ്റിക്കണം. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലുണ്ട്, മുസ്ലിംസിലുണ്ട് ചേക്കുട്ടി പാപ്പ, അങ്ങനെയൊക്കെയുള്ള കുറേ മൂർത്തികളുണ്ട്. അപ്പോൾ അത് അങ്ങനെ സേവിച്ച ആൾക്കാർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ തന്നെ പോയിട്ട് തന്നെ മാറ്റണം, അല്ലാതെ ദോഷം മാറില്ല. പറഞ്ഞ സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കണല്ലേ. ചേക്കുട്ടി പാപ്പ എന്ന് പറഞ്ഞിട്ട് കാച്ചിനാട് ഗുരുക്കൾ എന്ന് പറഞ്ഞ മൂർത്തികളുണ്ട്. അങ്ങനെ ഒരുപാട് ജിന്നുകളുണ്ട്. ജിന്ന് ഭയങ്കര, ഞാൻ ഇതിൽ കുറേ അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അത് ആ രീതി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇത് പരിഹാരം കൊടുത്താൽ അവർ രക്ഷപ്പെടും, ദോഷങ്ങൾ മാറും. അതാണ്. അത് ഇങ്ങോട്ട് അധികം ഇല്ലാന്ന് തോന്നുന്നു, മലബാർ ഭാഗത്തേക്കാണ്. മലബാർ ഭാഗത്തേക്കാണ് അധികം. കോഴിക്കോട് ഭാഗത്തില്ല, മലപ്പുറം ജില്ല, പിന്നെ തിരുവനന്തപുരത്തുണ്ട്, കാസർഗോഡുണ്ട്. 3 ജില്ലയിൽ ഞാൻ കണ്ടുവരുന്നത്. അതാണ്. എല്ലാത്തിനും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പരിഹാരങ്ങളുണ്ട്. ഉണ്ട്. അത് ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാന സംഭവം. കാരണം അത് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും അവർ. അതിൻ്റെ കാഠിന്യം കുറച്ചിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് വഴി. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ നമ്മൾ ആളെ അതേമാതിരി തന്നെ ആളെ കണ്ടാൽ മതി. ഇങ്ങനെ ഒരു ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതേമാതിരി അതേ സേവയുള്ള ആൾക്കാരുടെ അടുത്ത് പോകണം. പിന്നെ സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.